ഓരോ ദിവസവും നമ്മുടെ രാജ്യത്തെ കോടതികളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേസുകൾ വരും. അത് വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ എടുത്താൽ ഒരുപാട് കേസുകൾ വരും. പക്ഷെ വളരെ പ്രമാദമാകുന്ന പബ്ലിക്കിനും കൂടി പൊതുജനങ്ങൾക്ക് കൂടി താല്പര്യമുള്ള കേസ് വരുമ്പോൾ എല്ലാവരും വളരെ ഈഗറായിട്ട് കാത്തിരിക്കും. അങ്ങനെ എല്ലാവരും വലിയ പ്രതീക്ഷയോട് കാത്തിരുന്നൊരു വിധിയാണ് ദിലീപിൻ്റെ ഒരു വിധി കേസ്. അപ്പം ദിലീപിൻ്റെ കേസ് വരെ സ്വാഭാവികമായിട്ടൊരു പൊതുജന ബോധം നിൽക്കുന്നത് ദിലീപ് ഇപ്പുറത്ത് നിൽക്കുന്നത് വനിതയാണ്, അതിജീവിതയാണ്. അവർ ബലാത്സംഗത്തിനിരയായി എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല, കറക്റ്റ് അറിയത്തില്ല. എന്തായാലും അവർ അതുപോലത്തെ കാര്യം എന്തായാലും അവർ ഉപദ്രവിക്കപ്പെട്ടു. അങ്ങനെയൊക്കെ നടന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കാരണഭൂതരായിട്ടുള്ള ആരുണ്ടെങ്കിലും അവരെല്ലാം ശിക്ഷിക്കപ്പെടണമെന്നുള്ളൊരു പൊതുബോധം കേരളത്തിലുണ്ട്. പക്ഷേ ആ പൊതുബോധത്തിനെതിരായിട്ടാണ് വിധി വന്നത്. 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടു. അപ്പോൾ തുടങ്ങിയതാണ് നമ്മളെപ്പോലുള്ള എല്ലാ ചാനലുകളും തുടങ്ങി വക്കീലിനെ തെറി പറയുന്നു, ജഡ്ജിയെ തെറി പറയുന്നു. ജഡ്ജി എന്തിനാണ് തെറി പറയുന്നത്? ജഡ്ജി തന്നെ ഇന്നിപ്പോൾ വിധി പറയുന്നു. ഇപ്പോൾ ഏകദേശം വിധി പറയുന്ന സമയമാണ്. വിധി പറയുന്നതിന് മുമ്പ് ജഡ്ജി പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? പിന്നെ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ ജഡ്ജി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ അവർ പറഞ്ഞായിരുന്നു. ആദ്യം പറഞ്ഞവരാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റിടത്തൊക്കെ ആയാലും ആവശ്യമില്ലാതെ ജുഡീഷ്യൽ പ്രോസസ്സിനെ തെറി പറയരുത്. ജുഡീഷ്യൽ പ്രോസസ്സിനെ നിങ്ങൾ വിലയിരുത്തിക്കോളൂ. ജഡ്ജിയുടെ തിരിച്ചാണ്, ജുഡീഷ്യൽ പ്രോസസ്സിനെ നിങ്ങൾ തെറി പറയരുത്. ജഡ്ജിയുടെ ഭൂതകാലം ഭാവി കാലം ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് രസിച്ചോളൂ. ജുഡീഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു നടപടിയാണ്. അതിനെ നിങ്ങൾ തള്ളിപ്പറയരുത്. അതിനേക്കാളൊക്കെ ഏറ്റവും ക്രൂരം എന്ന് പറയുന്നത്, ഇപ്പോൾ മറുനാടൻ സാജൻ്റെ പേര് പറഞ്ഞ് തന്നെ അതിജീവിതയുടെ വക്കീലായിട്ടുള്ള TB മിനി രംഗത്ത് വന്നിട്ടുണ്ട്. 250 യൂട്യൂബ് ചാനൽ, നമ്മൾ യൂട്യൂബ് ചാനലാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അധിക്ഷേപമൊന്നും പറഞ്ഞിട്ടില്ല. കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വക്കീലിനെ ആയിക്കൂടെ അല്ലെങ്കിൽ വച്ചുകൂടെ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വക്കീലിനെ വയ്ക്കേണ്ടിയിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. രാമൻപിള്ള വക്കീലിനെതിരെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട, അത് സ്വാഭാവികമായിരുന്ന ചോദ്യമാണ്. അതിനപ്പുറം മിനിക്ക് അജണ്ടയുണ്ടെന്നും മിജി മനഃപൂർവ്വം ഇത് തോൽപ്പിച്ചതാണെന്നും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രൂപത്തിൽ അഡ്വക്കേറ്റിൻ്റെ മാനസികമായി തളർത്തുന്നതും ശരിയായ കാര്യമല്ല. അതിപ്പോൾ സാജനെ പോലുള്ള ആളുകൾ, ദിലീപ് അത് റിപ്പോർട്ടർ ചാനലിന് അത് വേണ്ടി എതിർപ്പ്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് ഇതെല്ലാം പൊക്കിക്കൊണ്ട് വന്നത്. നികേഷ് കുമാറാണ് കൊണ്ടുവന്നത്. പിന്നെ റോഷിപ്പാൽ അടക്കമുള്ള ആളുകൾ റിപ്പോർട്ടർ ചാനൽ ഫുൾ ടൈമിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു റിപ്പോർട്ടർ ചാനലോടൊരു ശത്രുത സാജൻ ഉണ്ട്. അത് മറ്റ് പല കാരണങ്ങളാലുണ്ട്. അപ്പോൾ അതും ഒക്കെ മനസ്സിൽ കിടക്കും. സാജൻ ഒന്ന് ബാലൻസ് ചെയ്യാതെ പലപ്പോഴും ഇത് പറഞ്ഞു എന്നുള്ള രീതിയിലും അഡ്വക്കേറ്റ് മിനിയെ ധാരാളമായി കോണർ ചെയ്ത് സംസാരിച്ച് വീഡിയോ ഇട്ടു എന്നുള്ള ഒരു പരാതി അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരത് മാനസികമായി വലിയ സംഘർഷത്തിലുമാണ്. അപ്പം അങ്ങനെ ഒരു സംഘർഷത്തിന് ആവശ്യമില്ല. ഒരു കേസ് വിധി നമുക്ക് അനുകൂലമായി അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വിധി വന്നില്ല എന്ന് പറഞ്ഞാൽ ജഡ്ജിയെ തെറി പറയുക, ജഡ്ജിയുടെ വേറെ ബോർഡ്സിൻ്റെയും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ എടുത്ത് നമ്മൾ അതിനകത്ത് ജ്യോതിഷം കാണുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വക്കീലിനെ നമ്മൾ തെറി പറയുക, വക്കീലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോവുക, വക്കീലിൻ്റെ മോട്ടിവേഷനും ഇൻറ്റൻഷൻ, അതൊന്നും ശരിയല്ല. അതൊന്നും കേസിൽ അങ്ങനെ പോകുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞു ദിലീപ് നിരപരാധിയാണെന്ന്, കുറച്ച് കഴിഞ്ഞ് പറയുന്നു നല്ല വക്കീലായിരുന്നെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുന്നു. രണ്ടും കൂടെ എങ്ങനെയാണ് സാജൻ സാറേ ശരിയാവുന്നത്? അപ്പോൾ ഇത് അങ്ങനെ ശരിയാവത്തില്ല. കാരണം നിങ്ങൾ തന്നെ ആദ്യം വീഡിയോസൊക്കെ ചെയ്തത് ദിലീപ് നിരപരാധിയാണ്, കേസില്ല, തെളിവില്ല, ഒന്നുമില്ല, അവിടെ ദിലീപിനെ വെറുതെ വിട്ടത് ശരിയാണെന്ന് താങ്കൾ വീഡിയോ ചെയ്യുകയും പിന്നെ രണ്ടാമത് താങ്കൾ അതിൻ്റെ റീച്ചെല്ലാം കഴിഞ്ഞ് അടുത്ത് വരുന്നു മിനിയല്ല കുറച്ചുകൂടെ നല്ല വക്കീലായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നത്. അതൊക്കെ അപ്പോൾ ശരിയാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ വക്കീലാണോ കുഴപ്പം? ദിലീപ് അപ്പം തെറ്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടതാണോ? അങ്ങനെ ഇത്തരത്തിൽ കാര്യത്തിൽ വ്യക്തിപരമായ ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നു. ഒരു കാരണവശാലും അത് ശരിയല്ല. ഈ ഒരു മാധ്യമ വിചാരണ അത് കോടതി കേസുകളിൽ കുറച്ച് കടുപ്പം കൂടിയതാണ്. ഇത്രയും കടുപ്പമായാൽ അത് സമൂഹത്തിന് ദഹിക്കില്ല.